ഹായ്, ഇത് അമ്മച്ചി സ്പെഷ്യൽ കാച്ചെണ്ണയാണ്. 2 ആഴ്ചയായത് സ്റ്റോക്ക് തീർന്നിരിക്കുമായിരുന്നു. അപ്പം നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇത് എടുക്കാൻ പാടില്ല. 7 ദിവസത്തിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ ഇതെല്ലാം അരിച്ചു മാറ്റിക്കൊണ്ടിരിക്കുവാണ്. ഒരുപാട് ഓർഡർ പെൻഡിങ് കിടക്കുവാണ്. ആ പെൻഡിങ് മുഴുവൻ ഇന്നിപ്പം വിടാൻ വേണ്ടിയിട്ടായിരിക്കുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, ഈ ബാക്കി കിടക്കുന്ന എന്താണെന്നൊന്നും ഓർത്ത് വിചാരിക്കേണ്ട കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വിറക് കൊണ്ടുവന്ന് മൂടിയിട്ടേക്കുവാണ്. ഈ കാച്ചെണ്ണയും നമ്മളെല്ലാം ഹോം മെയ്ഡ് ഫുഡല്ലേ ഉണ്ടാക്കുന്നത്, എല്ലാം വിറകടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോൾ ആ കാച്ചെണ്ണയ്ക്ക് ഓർഡർ ചെയ്തവർക്ക് എല്ലാവർക്കും പെൻഡിങ് കിടക്കുന്നവർക്ക് ഇന്ന് വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സോറിയാസിനും പിന്നെ വട്ടച്ചൊറിക്കും മുടി വട്ടത്തി പൊഴിയുന്നതിനും മുരിച്ചിലിനും എല്ലാത്തിനുള്ള ഓയിലും റെഡിയാണ്. പിന്നെ ചക്ക വറുത്ത് ഇന്നലെ നിങ്ങളെ കാണിച്ചാലേ, ഞാൻ നോർമലായിട്ട് ചക്ക വറുത്തുകൊണ്ടിരിക്കുന്നത്. ചക്ക വറുത്തതും അതുപോലെ തന്നെ പൈനാപ്പിൾ ജാം ഹോം മെയ്ഡ് ഒറിജിനൽ ഞാൻ നിങ്ങളെ പൈനാപ്പിൾ തൊട്ട് കാണിച്ച് ജാം ഉണ്ടാക്കുന്നവരെ കാണിച്ചിട്ടുണ്ട്. അപ്പം ജാം എല്ലാം ഇന്ന് പാക്ക് ചെയ്യും. ഓരോരോ കുപ്പികളിലോട്ട് 1 കിലോ 1/2 കിലോ 1/4 കിലോ കുപ്പികളിലേക്ക് പാക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇടുക്കിയുടെ പൈസസ്, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, കാപ്പിപ്പൊടി, ചായപ്പൊടി, കറുവപ്പട്ട, എല്ലാ സാധനങ്ങളും റെഡിയാണ്. അതുപോലെ തന്നെ ഇടുക്കി സ്പെഷ്യൽ ഇടിയിറച്ചി റെഡിയാണ്. അപ്പം ഇടിയിറച്ചിക്ക് കുറച്ച് പേരൊക്കെ വന്നിച്ചിട്ട് പറയുന്നേ, ചേച്ചി അതിനെ ഒരു ഇച്ചിരി ട്രൈ ആയിട്ട് മൂപ്പ് കൂടി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അത് മറ്റൊന്നുമല്ല കേട്ടോ. ഒരു 100 പേര് ഓർഡർ ചെയ്താൽ അതിൽ 80 പേരും പറയും ഇച്ചിരി കടിക്കാനായിട്ടും ചവയ്ക്കാനായിട്ടും ഒക്കെ വേണം. ഈ പൊടി പോണക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് തോന്നുന്നില്ലെന്ന് പറയും. അപ്പം നമ്മളൊരു ഇച്ചിരി ഒരു മൂപ്പിച്ചിട്ട് ഒരു ഇച്ചിരി ഒരു കഷ്ണമൊക്കെ ആയിട്ട് നമ്മൾ വിടുന്നുണ്ട്. അപ്പം അതല്ല, സോഫ്റ്റായിട്ട് വേണ്ടവർ അങ്ങനെയൊന്നും പറയാനും കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഫിഷ് അച്ചാറ്, ബീഫ് അച്ചാറ് എല്ലാം റെഡിയാണ്. കൂട്ടച്ചാറ്, അച്ചാർ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടവർക്ക് എന്ത് വേണമെങ്കിലും വന്ന് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലോട്ട് ഒന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ നോർമൽ കോൾ വിളിക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.